ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രക്ഷപ്പെടാൻ ഈ കോൺഗ്രസ്സുകാർ പയറ്റുന്ന ചെപ്പടി വിദ്യയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കേസിൽ ഉൾപ്പെടാതിരിക്കാൻ UDFന്റെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ കുബുദ്ധിയിൽ കുടുങ്ങിയത് ജില്ലയിലെ ചില മുതിർന്ന UDF നേതാക്കൾ. പെരിയാർ കൊലയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടത്തിൽ മനസ്സാ വാച അറിയാത്ത തങ്ങളെ പ്രതിയാക്കിയതിൽ സങ്കടപ്പെടുകയാണ് മുൻ മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ. അന്നത്തെ UDF നേതാക്കൾ എന്ന നിലയിൽ ലീഗിലെ MC കമറുദ്ദീനും കോൺഗ്രസിലെ ഗോവിന്ദൻ നായരും കോട്ടയം ജില്ലയിലെ കോടതിയിൽ ഇപ്പോൾ കയറി ഇറങ്ങുകയാണ്. ഈ സങ്കടങ്ങളെല്ലാം കമറുദ്ദീൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. ഞാനും ഗോവിന്ദൻ നായരും 2 ദിവസമായി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ്. ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന കാരണം പറഞ്ഞായിരുന്നു പ്രതി ചേർത്തത്. ഇക്കാര്യം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒന്ന് സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് പറയാൻ തുടങ്ങിയിട്ട് കുറെയായി. ഒരു പരിഹാരവുമില്ല. അടുത്ത 16-ന് ഇടുക്കി പീരിമേടിൽ ഹാജരാകണം. എനിക്ക് വേറെ പല പ്രശ്നങ്ങളും ധാരാളമുണ്ട്, അതിൻ്റെ കൂടെ ഇതും. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് MPയും പ്രതിയാണ്. ഭൂരിഭാഗം കേസിലും അദ്ദേഹം ഹാജരാവാറില്ല. കോട്ടയത്തെ കേസിലെങ്കിലും അദ്ദേഹം വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. ചിലർക്ക് കേസില്ലാതെ തലയൂരാനായിരുന്നു ഞങ്ങളുടെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഇങ്ങനെ പോസ്റ്റ് തുടരുന്നു. സമരത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ അവസ്ഥ എന്താകുമെന്നാണ് പോസ്റ്റിനടിയിൽ വരുന്ന പല കമന്റുകളും. ഇത് ചോദിക്കുന്നത് പ്രത്യേകിച്ചും UDFകാരാണെന്നുള്ളതും ആകർഷണമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.